നിർമ്മിത ബുദ്ധിയുടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും തോളിലേറി ലോകം അതിവേഗം കുതിക്കുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വാസുദേവൻ അത്ഭുതമായി മാറിയിരിക്കുകയാണ് ഇന്ന് തൃശ്ശൂരിന് മാത്രമല്ല ഇന്ത്യയുടെ ആകമാനം അഭിമാനമായി വളരുകയാണ് അവൻ. കാരണം 3ാം ക്ലാസ് തൊട്ട് തന്നെ അവൻ്റെ ഇഷ്ടങ്ങൾ ശാസ്ത്രലോകത്തിന് അത്ഭുതമായി മാറുകയാണ്. ISROയെക്കുറിച്ചും നാസയെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് പ്രധാന ഹോബി. ഇതിനോടകം തന്നെ രാജ്യാന്തര തലങ്ങളിലാണ് വാസുദേവൻ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഷെക്കേന ന്യൂസിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വാസുദേവനെയാണ്. 7ാം ക്ലാസ് വിദ്യാർത്ഥി. അവന് നിരവധി പ്രത്യേകതകളുണ്ട്, അതിലേറെ കഴിവുകളുണ്ട്. രാജ്യത്തിന് തന്നെ നാളെ അഭിമാനമായേക്കാവുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള കഴിവുകളുമുണ്ട്. വരൂ, അവനെ നമുക്ക് പരിചയപ്പെടാം. ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മളുടെ ഉറക്കം ഇല്ലാതാക്കുന്നതാണ് സ്വപ്നങ്ങൾ. അങ്ങനെ സ്വപ്നം കാണുകയാണ് വാസുദേവ് എന്ന വാസു. ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷേ 3ാം ക്ലാസ് മുതൽ തന്നെ തൻ്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് ഈ കുരുന്ന് ബാലൻ. വാസുവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം. വാസു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ഓക്കെയാണ്. വാസുവിൻ്റെ ഈ ബഹിരാകാശ വാഹനങ്ങളും അതുപോലെ വിക്ഷേപണ കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ അപാരമായ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ഭയങ്കര അറിവ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? മോസ്റ്റ്ലി ഇപ്പോൾ ഈ പാരൻസും പിന്നെ കുറച്ച് പേര് ഇങ്ങനത്തെ ബുക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും, ISRO എന്നൊക്കെ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്പേസ് ഏജൻസീസ് വെബ്സൈറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ISROയുടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ട്. അവിടെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ്, അതിൻ്റെ കമ്പോണൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം തരും. അതിൻ്റെ ഒരു ഡയഗ്രാം വരെ അതിലുണ്ടാവും. അപ്പോൾ അതുകൂടി എനിക്കൊരു ഫീഡ് കിട്ടും. എങ്ങനെയാണ് ഈ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്? യൂഷ്വലി ഇപ്പോൾ ഇറ്റ്സ് നാച്ചുറൽ. നമുക്ക് അതെന്താ ക്യൂരിയോസിറ്റി എന്ന് പറയും. അത് ഇറ്റ്സ് നോട്ട് നാച്ചുറൽ. അതൊരു പ്രത്യേക കഴിവാണ്. അത് നാച്ചുറലായ കാര്യമായിട്ട് തോന്നരുത്. അത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊന്നും അത്രയും നാസയെക്കുറിച്ചോ അല്ലെങ്കിൽ ബഹിരാകാശത്തെക്കുറിച്ചോ ഒന്നും പെട്ടെന്ന് ചിന്തിക്കേണ്ട ഒന്നല്ല. അപ്പോൾ ഇത് നാച്ചുറലായ കാര്യമല്ല. അല്ലാതെ കുഞ്ഞുനാളിൽ മുതൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. പിന്നീട് ഇപ്പോൾ 7ാം ക്ലാസ്സിലേക്കാണ്. ഇതിനോടകം തന്നെ ഏതെല്ലാം മേഖലകളിലേക്കാണ് കുഞ്ഞ് എത്തിപ്പെട്ടത്? ഇപ്പോൾ ഈ മെയിൻ കാര്യം വെച്ചാൽ 2 വട്ടം ISROയിൽ പോകാൻ പറ്റി. അവിടെ ഇങ്ങനെ സ്പേസ് മ്യൂസിയം എന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ അപ്പോൾ നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, മിസ്റ്റർ ഷീജു എന്ന് പറയും. ആ സാറും പിന്നെ കുറച്ച് പേരും നമ്മൾ ഈ സ്പേസ് മ്യൂസിയം എന്നിവ കാണിക്കുന്നത്. അവിടെ നിന്ന് എല്ലാ ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഈവൻ റിയൽ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ റിയൽ എൻജിൻസ് ഉണ്ട്, ഫ്യൂൾ ടാങ്ക് ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. എനിക്ക് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ ആയാലും ആ സാറിന് കോൾ ചെയ്ത് എനിക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറ് സോൾവ് ചെയ്ത് തരും അത്. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ, ഫോർ എക്സാമ്പിൾ നാസ ഹാക്കത്തോൺ. അവിടെയൊക്കെ ഇന്ന പേരിങ്ങനെ ISRO എന്നോ നാസയെന്നോ, ഇപ്പോൾ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സുനിത വില്യംസ് ഒന്നോ, അതുപോലെ തന്നെ നാസ ഹാക്കത്തോണിനും ISRO കുറച്ച് സയൻറ്റിസ്റ്റ് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ചാൻസ് വഴി എനിക്ക് വേണമെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാം. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എനിക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഓർമ്മയുണ്ടാവും. വാസുവിൻ്റെ അച്ഛൻ ഷൈജു, അമ്മ അശ്വതി ആണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത്. ഇപ്പം വാസു കുഞ്ഞുനാളിൽ മുതൽ തന്നെ ഇങ്ങനെ ഈ സ്പേസിനോടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് കാണിക്കുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ അമ്മ വീട്ടിലിരിക്കും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അല്ല, കുഞ്ഞുനാളെന്ന് പറയുമ്പോൾ വളരെ എനിക്കൊന്ന് 3-4 വയസ്സായ സമയത്ത്, ഞങ്ങൾ പാലക്കാടൊക്കെ ആയിരുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചൊരു ക്വാളിറ്റി. ഒരുപാട് ഡൗട്ട്സ് ചോദിക്കാൻ. അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ ഡൗട്ട്സ് നമുക്ക് ചോദിക്കുന്നത് നോക്കുമ്പോഴത്തേക്കും ഈ സ്റ്റാഴ്സിനെ നോക്കിയിട്ടാണ്. അപ്പോൾ അച്ഛൻ ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആവുന്ന സമയത്തൊക്കെ നമ്മൾ ബാൽക്കണിയിലിരിക്കുക, സ്റ്റാഴ്സൊക്കെ നോക്കുക, അങ്ങനെ ഓരോ സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ആ സമയത്ത് പറയുമല്ലോ, ബുക്സ് ഓരോ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും എവിടെ ഒരു ടേസ്റ്റ് ചെയ്താന്നുള്ളത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന സ്റ്റാർസ്, മൂണും അല്ലെങ്കിൽ പ്ലാനറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ വീണ്ടും അതിൽ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. ഒരു സമയമാകുമ്പോൾ നമുക്ക് ഡൗട്ട്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഡൗട്ട്സ് ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ അത് ഡീപ്പായിട്ട് എനിക്കറിയില്ല എങ്ങനെ ഇത്രത്തോളം അവന് ഡീപ്ലി ഒരു ഇൻട്രസ്റ്റ് വന്നു എന്നുള്ളത് അറിയില്ല. ബുക്സ് വായിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പം എൻ്റെ അമ്മയുടെ ബ്രദർ ISROയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ കുറച്ച് ബുക്സ് അവന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു ബുക്കൊക്കെ ഒരു 100 വട്ടം എന്നുള്ളത് പറയുമ്പോൾ അതൊരു എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്ന പോലെ തോന്നും. പക്ഷെ ഓരോ പേജിൽ എന്താണെന്നുള്ളത് അവന് ബൈ ഹാർട്ടാണ്, ടെക്നിക്കൽ സൈഡൊക്കെ.
വാസുദേവ് എന്ന കൊച്ചുമിടുക്കൻ സ്കൂളിന് തന്നെ അഭിമാനമായി മാറുകയാണ്. തൃശൂർ വലപ്പാട് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വാസുദേവ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ മിടുക്ക് തെളിയിച്ചിരിക്കുകയാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രശസ്തി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു കുട്ടിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വസു. കോഡിങ്ങിൻ്റെ ആണെങ്കിലും AI ആണെങ്കിലും ലോകത്തേക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വസുവിൻ്റെയും അവൻ്റെ ടീമും കൂടെ ചേർന്നിട്ടാണ്. അവൻ്റെ ഓരോ ആസ്പിറേഷൻസ് മുന്നോട്ട് അവൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അവൻ്റെ അധ്യാപകരുണ്ട്, അവൻ്റെ പാരൻസ് ഉണ്ട്, ഞങ്ങളൊരു സ്കൂൾ മുഴുവനുണ്ട്. അപ്പം പുതിയ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസാണ് അവൻ കൊണ്ടുവരുന്നത്. അത് വെച്ച് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടീവറിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു അച്ചീവ്മെൻ്റാണ് നമ്മുടെ എടുത്തു പറയാനുള്ളത്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്രയോൺ കൊണ്ട് മതിലിൽ വരച്ച റോക്കറ്റിന്റെ ചിത്രത്തിൽ നിന്ന് ആരംഭിച്ച ആഗ്രഹം ഇന്ത്യൻ ബഹിരാകാശത്തിൽ അടയാളപ്പെടുത്താവുന്ന തരത്തിൽ അത്ഭുതമായി മാറുന്ന കാഴ്ചയാണ് വാസുവിലൂടെ കാണുവാൻ കഴിഞ്ഞത്. കാഴ്ചയ്ക്കപ്പുറം കാഴ്ചപ്പാടുണ്ടാകണമെങ്കിൽ ലക്ഷ്യത്തിനപ്പുറത്തെ ലക്ഷ്യബോധം വേണം. ലക്ഷ്യബോധം യാഥാർത്ഥ്യമാകണമെങ്കിലോ മനക്കരുത്തും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും അത്യാവശ്യമാണ്. സാധാരണ കുട്ടികളെ ആകർഷിക്കുന്നതൊന്നും വാസുദേവനെ ആകർഷിച്ചിരുന്നില്ല. വാസുദേവന്റെ അധ്യാപകർക്കുമുണ്ട് ഏറെ പറയാൻ. വസുദേവിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ. മറ്റു കുട്ടികൾ വന്ന് നമ്മളോട് പറയുന്നത് അവരുടെ വീട്ടിലെ വിശേഷങ്ങളാണ്, അതുപോലെ അവരുടെ കൂട്ടുകാരുടെ വിശേഷങ്ങളാണ്. പക്ഷേ വസുദേവ് അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. വസുദേവ് അന്നും പറഞ്ഞിരുന്ന കാര്യങ്ങൾ സ്പേസിനെ കുറിച്ചും അതോടൊപ്പം സയൻറ്റിസ്റ്റുകളെ കുറിച്ചൊക്കെ ആയിരുന്നു. അങ്ങനെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ സമ്മതിക്കാതെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നത് പോലെ വസുദേവിൻ്റെ ഡ്രീം ആയിരുന്നു, ഡ്രീം തന്നെയാണെന്ന് പറയാം ഇപ്പോൾ വസുദേവ് സഞ്ചരിക്കുന്നത്. അതോടൊപ്പം ജോയിൻ ചെയ്ത മറ്റ് 2 കുട്ടികളാണ് അഭിഷേകും മിലിയും. അവരും ഈ ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ തന്നെയാണ്. ഒരുപാട് സന്തോഷം ഇവരിങ്ങനെ മുന്നേറുന്നത് കാണുമ്പോൾ. വാസുദേവിന്റെ അധ്യാപകരാകാൻ കഴിഞ്ഞതിൽ തന്നെ സന്തോഷമുണ്ടെന്ന് അധ്യാപകർ പറയുമ്പോൾ തന്നെ മനസ്സിലാകും ഈ കൊച്ചുമിടുക്കൻ എത്രത്തോളം ഉയരങ്ങളിലാണ് ചിന്തിക്കുന്നത് എന്ന്. മറ്റുള്ള കുട്ടികളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ് വാസുദേവിൻ്റെ ക്യാരക്ടറും ക്യൂരിയോസിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ ക്യൂരിയോസിറ്റിയാണ്. ഈ സ്പേസ് സയൻസിനെ കുറിച്ച് ആ കുട്ടിയുടെ ഒരു നോളേജ് അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേറൊരു മേഖലയിലും കൂടി ഹീ ഷോയിങ് ഹിസ് മാസ്റ്ററി, റോബോട്ടിക്സ്. പിന്നെ ആ കൂട്ടത്തിലുള്ളത് തന്നെയാണ് മിലിയും അഭിഷേകും. അപ്പോൾ അതൊരു ടീം വർക്ക് തന്നെയാണ്. എനിവേ വസുദേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ആർ വെരി പ്രൗഡ് ഓഫ് ഹിം ആൻഡ് ഓൾസോ എവറി ഇയർ ഓരോ വർഷവും പുതിയ കാര്യങ്ങളായിട്ട് വസു ഞങ്ങളെ എന്താ പറയുക അതിശയിപ്പിക്കാറുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടും ഡോക്ടർ വിക്രം സാരാഭായിയോടും സംസാരിക്കുന്നതായും സ്വപ്നം കണ്ടിരുന്ന വാസുദേവ് തന്റെ ദൗത്യവിജയത്തിനായി കുഞ്ഞുനാളിൽ തന്നെ പരിശ്രമം ആരംഭിച്ചു. തനിക്കുണ്ടായിരുന്ന പഠനങ്ങളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ വിക്ഷേപണ വാഹനങ്ങളുടെയും ബഹിരാകാശ സംവിധാനങ്ങളുടെയും വിശദമായ രേഖാചിത്രം തയ്യാറാക്കിയത് ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ടുതന്നെ തുമ്പ ISRO സന്ദർശിക്കാൻ പ്രത്യേക ക്ഷണം ലഭിക്കുകയുമുണ്ടായി. ഇളം പ്രായം മുതൽക്കേ തന്നെ നിരവധി അംഗീകാരങ്ങളും നേട്ടങ്ങളും തേടിയെത്തിയിരുന്നു. എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് ഞാൻ ആദ്യം വിളിക്കുക വസുദേവിനെയാണ്. വസുദേവിനോട് എന്തെങ്കിലും ഒരു തീം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീം വിത്തിൻ 1 ഡേ അവൻ അത് സബ്മിറ്റ് ചെയ്തിരിക്കും. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ദറ്റ് മീൻസ് ഫസ്റ്റ് തൊട്ട് ഒരു പ്രോബ്ലം എന്താണ്, അതിനെങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കണം, അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയായിരിക്കും, അതിനെന്തൊക്കെ ഹാർഡ്വെയർ കമ്പോണൻസ് വേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നി ആ കുട്ടി അതിനു വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മളിങ്ങനെ മോൾഡ് ചെയ്തെടുക്കേണ്ടത്. 2025 ഖത്തറിലെ പൊതുപരിപാടിയിൽ ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കാനും 2023 ചന്ദ്രയാൻ മത്സരത്തിൽ വിജയിക്കുവാനും റോബോവേഴ്സിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാനും കഴിഞ്ഞു. ബഹിരാകാശത്തെ സ്വപ്നം കണ്ടുണർന്ന വാസുദേവ് സാംസ്കാരിക മേഖലയിൽ തന്നെ മികവ് പ്രകടിപ്പിക്കാനും പിന്നോട്ടല്ല. വാസുദേവിനെ പോലെ ഒരു കുട്ടിയുടെ കൂടെ തുടർച്ചയായി 2 വർഷം ദില്ലിയിലേക്ക് യാത്ര പോകാനും അതിനുശേഷം ഇൻ്റർനാഷണൽ ലെവലിൽ ഖത്തറിൽ പോകാനും ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇങ്ങനെയുള്ളൊരു യാത്രയാണ് വാസുദേവ് കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായും അത് വലിയൊരു നേട്ടത്തിലേക്ക് എന്നെ മുന്നേറാനായിട്ട് സാധിക്കും. തിരുവനന്തപുരം സ്വദേശികളായ ഷൈജുവിൻ്റെയും അശ്വതി ശ്രീ നായരുടെയും മകനാണ് വാസുദേവ്. ബഹിരാകാശ യാത്ര കഥകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജീവിതത്തിൽ താനൊരു മിഷൻ ഡയറക്ടറായി മാറുമെന്ന് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വാസുദേവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ.
ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും മനസ്സിൽ അടക്കി വെക്കേണ്ടതല്ല, അത് പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം. അത് പലപ്പോഴും വരുന്നത് അധ്യാപകരിലൂടെയും മാതാപിതാക്കളിലൂടെയും സുഹൃത്തുക്കളിലൂടെയും ഒക്കെയാണ്. വസു നമ്മളോട് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുക എന്നുള്ളത് തന്നെയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതൊരു പാഠമാകട്ടെ. ക്യാമറമാൻ ജോസുവിനൊപ്പം റോജി ഇലവനാങ്കുഴി, ഷക്കൈന ന്യൂസ്, തൃശ്ശൂർ.